എന്നെപ്പോലെ അനേക ലക്ഷം ആളുകൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? വളരെ ലളിതമാണ്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് യു ഡി എഫിനെ കൊണ്ടു കടന്നത് സതീശനാണ്. സതീശൻ്റെ ചുമതലയാണത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം സഭയ്ക്കകത്തും പുറത്തും പോരാടി. പിന്നെ ഇതിനിടയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ, ഇതിനു മുമ്പ് പല തെരഞ്ഞെടുപ്പും വന്നല്ലോ. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വന്നു, അപ്പോഴും യു ഡി എഫിന് വലിയ മുന്നേറ്റമുണ്ടായി. ലോക്സഭ ഇലക്ഷൻ വന്നു, അപ്പോഴും വലിയ മുന്നേറ്റം ഉണ്ടായി. പിന്നെ ഈ തൃക്കാക്കരയിൽ പാലക്കാട്ടൊക്കെ ഇടക്കാല തെരഞ്ഞെടുപ്പുണ്ടായി, അപ്പോഴൊക്കെ സതീശൻ്റെ നേതൃത്വമാണ് അതിനെ വിജയത്തിലെത്തിച്ചത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലാവണം എന്ന് തീരുമാനിച്ചത് സതീശനൊരു പങ്കുണ്ട്. അദ്ദേഹത്തെപ്പറ്റി മനുഷ്യന് കേൾക്കാനും പറയാനും കൊള്ളാത്ത പരാതികൾ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുകയും നടപടിയെടുക്കുകയും പുറത്താക്കുകയൊക്കെ ചെയ്തതിൽ സതീശന് കൃത്യമായ നിലപാടുണ്ട്. ഇതുപോലെ നിലമ്പൂരിൽ അന്നത്തെ MLA ശ്രീ PV അൻവർ രാജിവെച്ചു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അദ്ദേഹം മത്സരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് UDF വരണം, UDFൻ്റെ പിന്തുണ വേണം. അത് പറ്റില്ല എന്നൊരു നിലപാടെടുത്തത് സതീശനാണ്. അപ്പോൾ അദ്ദേഹം അന്ന് അവിടെ തോറ്റു. പിന്നെ ബേപ്പൂർ വന്ന ബേപ്പൂരും തോറ്റു. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവല്ല, ആ തരത്തിൽ പരിഗണിക്കേണ്ട ഒരാളല്ല അൻവർ എന്നൊരു നിലപാട് ആർക്കുണ്ട്? സതീശനുണ്ട്. ഈ നിലപാടിനാണ് രാഷ്ട്രീയം എന്ന് പറയാം. ഇത്തരം നിലപാടുകൾക്ക് കിട്ടിയ പിന്തുണയാണ് കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത ഈ ജനസമ്മതി എന്നാണ് എൻ്റെ വിചാരം. ആളുകളുടെ മനസ്സിലുള്ള ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് സതീശനാണ്. ഈ അന്തരീക്ഷം ഉണ്ടാക്കിയത്, ഈ ആളുകളെ ഉശിരി പിടിപ്പിച്ചത്, ആളുകൾക്ക് ആത്മവിശ്വാസം കൊടുത്തത്, നേതൃത്വം കൊടുത്തത് സതീശനാണ്. ആ സതീശനിൽ അർപ്പിച്ച വിശ്വാസം കൂടിയാണ് ഈ വിജയത്തിൻ്റെ കാരണം. അപ്പോൾ ഇപ്പോഴത്തെ വിജയത്തിൻ്റെ മുഖ്യ ശില്പി, കഴിഞ്ഞ 5 കൊല്ലമായിട്ടുള്ള UDFൻ്റെ പലതരം വിജയങ്ങളുടെ ശില്പി എന്ന് പറയുന്നത് സതീശനാണ്. KC വേണുഗോപാൽ ഒരിക്കലും ആ ചർച്ചയിൽ വരാൻ പാടില്ലാത്തൊരാളാണ്. എന്താ കാരണം? ഹൈക്കമാൻഡാണ് ഇത് തീരുമാനിക്കേണ്ടതെന്നാണ് കോൺഗ്രസിൻ്റെ രീതി. കേരളത്തെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരാ? KC വേണുഗോപാലാണ്. സതീശൻ മുഖ്യമന്ത്രിയാവണം, അതാണ് നമ്മളെ മെയിനായിട്ടുള്ള കാരണം. അയാൾ 5 കൊല്ലം ഇത്രയും കഷ്ടപ്പെട്ട് അയാൾ MP ആയിട്ട് കൊടുക്കുന്നില്ല. പിന്നെ അധ്വാനിച്ചത് സതീശനാ. നോക്കുകൂലിയുടെ ഇല്ല, കേരളത്തിൽ നോക്കുകൂലിയില്ല, കോൺഗ്രസിന് നോക്കുകൂലിയില്ല. അധ്വാനിച്ചത് വി.ഡി. സതീശനാ. ഓനിക്കത് കൂടി കൊടുക്കട്ടെ. തളർന്നു കിടന്ന കോൺഗ്രസിന് ഉയർത്തിയേൽപ്പിച്ച സതീശനാണ്. ആ സതീശൻ തന്നെ നമുക്ക് മുഖ്യമന്ത്രിയായി വരണം. സതീശന് പരസ്യമായിട്ട് പ്രകടനത്തിൽ പറയണം, സതീശനാണ് മുഖ്യമന്ത്രി. ഇരിക്കൂർ മറ്റാൾ വന്ന് നിന്നാലും തോൽപ്പിക്കുന്നതാണ്. അയാൾ ജയിക്കൂല ഒരു കാരണവശാലും. ഇല്ല, കേസ് മത്സരിക്കാണെങ്കിൽ ഒരു കുട്ടിയും വോട്ട് ചെയ്യില്ല. ആ ആഗ്രഹം കൊണ്ട് KC ഇരിക്കൂർ വരണ്ട.